ഹായ്, എല്ലാവർക്കും പെറ്റൽസ് ഓഫ് ബയോളജിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുമാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് പുറകിൽ നിങ്ങൾക്കൊരു ക്ഷേത്രം കാണാൻ പറ്റും. ഇത് യാദൃശ്ചികമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഔദ്യോഗിക ആവശ്യത്തിനായി 2 ദിവസമായി ഈ തിരുവല്ല അമ്പലപ്പുഴ റൂട്ടിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരുമാടി എന്ന സ്ഥലത്തെപ്പറ്റി വളരെ നാൾ മുൻപോട്ടേ അറിയാം, കേട്ടിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കാരണം ഈ സ്ഥലം സന്ദർശിക്കണമെന്ന് പണ്ടേ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചിട്ടില്ല. ഏതായാലും ഇതിൻ്റെ മുൻപിൽ കൂടെ 2 ദിവസമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചു. റോഡായതുകൊണ്ട് വാഹനങ്ങളുടെ ഡിസ്റ്റർബൻസ് നന്നായിട്ടുണ്ട്. ഏതായാലും ഇന്ന് തിരിച്ചു പോകുമ്പം എന്തായാലും ഇവിടെ കരുമാടിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് കാണേണ്ട കരുമാടിക്കുട്ടനെയും ഈ 2 ക്ഷേത്രങ്ങളും സന്ദർശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ അധികം പ്രാധാന്യമുള്ള 2 ക്ഷേത്രങ്ങളും ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണിത്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രമുറങ്ങുന്നൊരു മണ്ണാണ് കരുമാടിക്കുട്ടൻ്റെ മണ്ണ്. കരുമാടിക്കുട്ടൻ്റെ സ്തൂപവും നിങ്ങളെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്ഷേത്രത്തിലേക്ക് പോകാം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും നമുക്ക് വരാം. MC റോഡ് വഴി വരികയാണെങ്കിൽ തിരുവല്ലയിൽ നിന്നും അമ്പലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറുക. ആലപ്പുഴ വഴിയാണ് വരുന്നതെങ്കിൽ നാഷണൽ ഹൈവേ NH 66 വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അമ്പലപ്പുഴ നിന്നും തിരുവല്ലയ്ക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരുമാടിയിൽ ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ പുറകെ കണ്ട അമ്പലത്തിലേക്ക് നടക്കാം. ചുറ്റുമതിലൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ്, തുറന്നു കിടക്കുന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകതയാണ് എനിക്ക് തൊട്ട് മുൻപിൽ കാണുന്ന ശങ്കരനാരായണന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. അതിൻ്റെ ആ കൽവിളക്കാണ് ശ്രീകോവിലിൽ നിന്നും മാറി മാറി അകന്നകന്ന്, ശ്രീകോവിലിന് നേരെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് കാലങ്ങൾ കഴിയുന്തോറും മാറി മാറി അതിൻ്റെ ദിശ, അതായത് അത് നിന്ന സ്ഥലത്തു നിന്നും നീങ്ങി വരുന്നതായിട്ട് പറയപ്പെടുന്നു. പലരും ഗവേഷണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. വിദേശത്തു നിന്നൊക്കെയുള്ള പല ശാസ്ത്രജ്ഞന്മാരും വന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ട് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ സ്ഥാനം മാറിയിട്ടുള്ളതായി അവർ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും അറിയില്ല. പക്ഷെ അത് പണ്ട് കാലത്ത് അത് നേരെ ശ്രീകോവിലിന് നേരെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. റോഡിന് ചേർന്ന് കുളത്തിനിപ്പുറത്തായിട്ട് ഒരു കൽ വിളക്കും കൂടെ ഇവിടെ ഉണ്ട്. അദ്ദേഹം വൈക്കം പത്മനാഭ പിള്ള എന്ന് പറയുന്ന ഒരു പഴയ യോദ്ധാവാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1767 ജനിച്ചു, 1809 മരിച്ചത്. ഇദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തുള്ള പനയുടെ തറയിൽ കുടിയിരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. കരുമാടിക്കുട്ടനിലേക്ക് പോകുന്ന വഴി
രണ്ട് സൈഡിലും വയലാണ്, വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ് ഇപ്പം. കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്. അതായത് റോഡിൽ നിന്ന് ഒരു ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് കരുമാടി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് പുറകെ നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടില്ലേ, നല്ല വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ്, പുഞ്ചപ്പാടങ്ങളാണ് രണ്ട് സൈഡിലും ഉള്ളത്. അതിന് നടുക്കൂടെയാണ് ഈ റോഡ്. അങ്ങനെ ഞാനിങ്ങനെ കരുമാടി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരുമാടി കുട്ടൻ എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത്. നാട്ടുകാർക്ക് എത്ര പേർക്ക് ഇതിൻ്റെ ട്രഡീഷനും പാരമ്പര്യമൊക്കെ അറിയാമെന്നറിയില്ല. ഇത് ആക്ച്വലി ഒരു കുറേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉള്ള ഒരു സംഭവമാണ്. അതായത് ബുദ്ധൻ്റെ പ്രതിമയാണ്. ബുദ്ധൻ്റെ പ്രതിമ ഇവിടെ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയാം. ഞാനിതാ കരുമാടി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി സ്റ്റോറി പറയാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ കരുമാടി കുട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് പുറകെ കാണുന്നതാണ് കരുമാടിയുടെ സ്റ്റാച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയാണ് ഇത് പരിപാലിക്കുന്നത്. ഈ സ്തൂപം ബുദ്ധിസ്റ്റ് സ്തൂപം, അതായത് ഞാൻ ഒരു വർഷത്തോളം ഭൂട്ടാൻ എന്ന് പറയുന്ന ടിബറ്റൻ ബുദ്ധിസമുള്ള, വളരെ നന്നായി ടിബറ്റൻ ബുദ്ധിസം ആചരിക്കുന്ന, വളരെ മനോഹരമായ, വളരെ സമാധാനമുള്ള ഒരു രാജ്യത്ത് ജീവിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനത് അവരുടെ ആചാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആകർഷണമായിട്ടുണ്ട്. എനിക്ക് ബുദ്ധിസത്തോട് ഒത്തിരി ആകർഷണം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിസ്റ്റ് സംഭവങ്ങൾ കാണുന്നിടത്തൊക്കെ പോകണമെന്നും കാണണമെന്നും എനിക്ക് എപ്പോഴും വല്ലാത്ത ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അതിനുള്ളൊരു അവസരം എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കളയാറില്ല. എപ്പോഴും ആ അവസരം ഉപയോഗിക്കും. ഈ കരുമാടിയിൽ വരണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. കരുമാടിക്കുട്ടൻ സിനിമ ഇറങ്ങിയപ്പോഴും അതുപോലെ കരുമാടിയെപ്പറ്റി കൂടുതൽ വായിച്ചപ്പോഴൊക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ യാദൃശ്യവശാൽ ഞാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി ആലപ്പുഴയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് 2 ദിവസമായിട്ട് ഈ റൂട്ടിൽ ഞാൻ യാത്ര ചെയ്യുകയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഇറങ്ങണമെന്ന് രാവിലെ തീരുമാനിച്ചിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ബസ്സിൽ കരുമാടി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇത് കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ ബുദ്ധൻ ഇരുന്നുകൊണ്ട് പത്മാസനസ്ഥനായിട്ട് ഇരുന്നുകൊണ്ട് താമരയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. അതാണ് പ്രശസ്തമായ ബുദ്ധിസ്റ്റ് പ്രതിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുന്നത്, ഇത് 11ാം നൂറ്റാണ്ടിലൊക്കെ ആണ് ഇവിടെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്തതെന്ന് പറയുന്നത് ഈ കരുമാടി പ്രദേശത്ത്. ആക്ച്വലി അശോകൻ്റെ കാലത്ത് അശോകൻ സൗത്ത് ഇന്ത്യയിലും മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ ഇവിടേക്ക് കുറച്ച് ബുദ്ധിസ്റ്റ് സന്യാസികളെ സൗത്ത് ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സൗത്ത് ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ട സന്യാസികൾ ശ്രീലങ്കയും മറ്റും ലക്ഷ്യമാക്കി വന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ, അതായത് കരുമാടി, അതേപോലെ തന്നെ കൊല്ലം, അതുപോലെ കോഴിക്കോടിൻ്റെ ചില ഭാഗത്തു നിന്നൊക്കെ ഇതേപോലെയുള്ള ബുദ്ധപ്രതിമകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പല മ്യൂസിയങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബുദ്ധപ്രതിമ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബുദ്ധപ്രതിമയല്ല. കാരണം അതിന് ഡാമേജ് സംഭവിച്ച് പകുതിയായിപ്പോയി. എന്താ കാരണമെന്ന് അതിനൊരു സ്റ്റോറി പറയുന്നത്, ലോക്കൽസൊക്കെ പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അമ്പലപ്പുഴയ്ക്കും അക്കരെ അമ്പലപ്പുഴയാണ്. അതായത് ഇവിടെ ഒരു നാഷണൽ വാട്ടർവേ 3 ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് കോട്ടപ്പടി വരെ പണ്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന ഒരു നാഷണൽ വാട്ടർവേ ആണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആ നാഷണൽ വാട്ടർവേയിൽ കൂടെയായിരുന്നു ബോട്ട് സർവീസ്. ഇപ്പോൾ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് നിങ്ങളെ എന്തായാലും വാട്ടർവേ കാണിക്കാം. അപ്പം ആ കാലത്ത് ഈ വാട്ടർവേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ തോട് പോലെയായിരുന്നു. അത് ക്ലീൻ ചെയ്യുന്ന സമയത്തോ അതോ ഞാറ് നടുന്ന സമയത്തോ പെണ്ണുങ്ങൾ കണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരു കറുത്തൊരു പ്രതിമ, കൽപ്രതിമ ആ തോട്ടിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അതിനെ എടുത്തിട്ട് പരിശോധിച്ച് കലപ്പഴമൊക്കെ നിർണ്ണയിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോൾ അത് ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ അന്ന് ബുദ്ധിസം ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ബുദ്ധിസത്തിന് നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ കരുമാടി എന്ന് പറയുന്നത്. സ്ഥലനാമങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പള്ളി വരുന്ന സ്ഥലനാമങ്ങൾ, കരുനാഗപ്പള്ളി അല്ല, അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനത്തെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ആ പേരുകളൊക്കെ. പള്ളി എന്ന് പറയുന്ന പേര് അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, പള്ളിക്കൂടം എന്നൊക്കെ ഉള്ളത്. അപ്പം ആദ്യമായിട്ട് ലോകത്ത് ഈജിപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ട് ലോകത്ത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധന്മാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ബുദ്ധിസ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് അലക്സാണ്ടർ ഇവിടെ വന്ന സമയത്ത് അത് കണ്ടിട്ടാണ് നൺ സിസ്റ്റവും അങ്ങനത്തെ സ്കൂൾ സിസ്റ്റവും ഒക്കെ യൂറോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായി ഒരു കുരുമുളകിൻ്റെ ചിത്രം യൂറോപ്പിൽ വരുന്നത് അലക്സാണ്ടർ ഇവിടെ വന്ന് പോയതിന് ശേഷമാണ്. ഇന്നത്തെ പാകിസ്ഥാനിൽ അലക്സാണ്ടർ ഒരാഴ്ച താമസിച്ച സമയത്ത് അദ്ദേഹം കളക്ട് ചെയ്ത കുരുമുളകൊക്കെയാണ് പിന്നീട് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് വരപ്പിച്ച് കുരുമുളകിൻ്റെ ചിത്രം ഇൻ്റർനാഷണലി ആദ്യമായിട്ട് വരുന്നത്.
അപ്പോൾ ഇത് പിന്നെ പറയുന്നത് അമ്പലപ്പുഴയിൽ നിന്നും തകഴി അമ്പലത്തിലേക്ക് എഴുന്നള്ളത്ത് പോലെ ആനയൊക്കെ വരുന്ന പതിവുണ്ട്. അന്ന് റോഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വയൽ വഴിയും തോട് വഴിയൊക്കെ ഇങ്ങനെ കയറി വന്ന സമയത്ത് ഈ തോട്ടിൽ ഇതിനെ കണ്ട സമയത്ത് ഈ ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഈ പ്രതിമ കണ്ടപ്പോഴത്തേക്ക് ആന വരുണ്ടു. ആന ഈ കറുത്ത പ്രതിമ കണ്ടപ്പോഴത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് അടിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ അടിച്ചിട്ടാണ് ഈ പ്രതിമ പൊട്ടിപ്പോയെന്ന് പറയുന്നു. പിന്നീട് ഈ പ്രതിമ സ്ക്രൂ ചെയ്ത് വെക്കാനായിട്ട്, അതായത് ചേർത്ത് വെക്കാനായിട്ടൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചു. പക്ഷേ അപ്പോൾ അത് ഡാമേജ് ആയി പോകുമെന്ന് തോന്നിയതുകൊണ്ട് അവർ ആ ഉദ്യമം ഒഴിവാക്കിയിട്ട് ആ മുറിഞ്ഞ പ്രതിമ അതേപോലെ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രതിമ ഒന്ന് കണ്ടു നോക്കാം. മുഖം വ്യക്തമല്ലാത്ത ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്ചു ആണിത്. പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരുപാട് പഴക്കമുള്ളൊരു സ്റ്റാച്ചു ആണ്. ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എനിക്ക് പുറകിൽ ഈ കാണുന്നതാണ് നാഷണൽ വാട്ടർവേ നമ്പർ 3. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സർവീസ് ഉണ്ടായിരുന്ന ഒരു വാട്ടർവേ ആണ്. ഇപ്പോൾ ഇതിന് സർവീസ് ഉണ്ടോ എന്നറിയില്ല. ഇത് ആ കാണുന്നത് അതിൻ്റെ ബോട്ട് ജെട്ടിയാണ്. ചെറിയ സ്ഥലമാണ്. ഒരു ചെറിയ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസാണ് ഈ കരുമാടിക്കുട്ടൻ. എന്തായാലും ബുദ്ധിസത്തിന് എത്രമാത്രം ഇൻഫ്ലുവൻസ് ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു ചെറിയ ഉദാഹരണം, ഒരു തെളിവാണ് ഈ കരുമാടിക്കുട്ടൻ. ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ഇൻഫർമേഷൻ ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. 2015 ജനുവരിയിലാണ് ഇത് KC ജോസഫ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് ശ്രീ കരുമാടി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ആലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഊഞ്ഞാലാണ്. അതിൽ ഞാൻ ഇരുന്ന് ആടുകയാണ്. വളരെ മനോഹരമായൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ വളരെ നല്ല കുറച്ച് ആളുകളുമാണ് ഇവിടുത്തെ തദ്ദേശവാസികളെന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ബുദ്ധിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും അവരെ നല്ല മനുഷ്യരാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. കുറഞ്ഞ ചിലവിൽ, അതായത് മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇതും കൂടി സാധിക്കാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതിനത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പം അടുത്ത ബസ് കയറി തിരുവല്ലയിലേക്ക് പോകാനായിട്ട് പോവാണ്. ഒരുപാട് സന്തോഷം. ഈ വീട് നോക്കൂ. എനിക്ക് തോന്നുന്നു ഇതൊരു ബുദ്ധിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് എവിടൊക്കെയോ ഉണ്ട് ആർക്കിടെക്ചറിൽ. അതായത് ടിബറ്റൻ വീടുകളുടെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ രസകരമായൊരു കാര്യം, ഇവിടെ എനിക്ക് കുറച്ച് നിരീശ്വരവാദികളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു.
ഈ നിരീശ്വരവാദികൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടാണ് എന്താണ് ഇവിടെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വന്ന് പരിചയപ്പെട്ടു. അപ്പം കായംകുളത്തു നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പം എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ബേസിക്കലി ഞങ്ങൾ നിരീശ്വരവാദികളാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാണ് ഇങ്ങനെ നിരീശ്വരവാദികൾ ഈ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിരീശ്വരവാദികളാണ്, പക്ഷേ ഞങ്ങൾക്കൊരു ഇന്നർ പീസ്, ഞങ്ങൾക്കൊരു സമാധാനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് വെറുതെ പോയിരിക്കുന്ന ആരുമില്ലാത്ത ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു രസകരമായൊരു സംഭവം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സംസാരത്തിൽ നിന്നും കേൾക്കാനിടയായി. എന്തായാലും ഞാൻ കരുമാടിക്കുട്ടനോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഒരു ചെറിയൊരു ഷോർട്ട് വിസിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ വീഡിയോകൾ, അതായത് എപ്പോഴും എഡ്യൂക്കേഷന് മാത്രമായിരിക്കത്തില്ല. ഞാൻ എവിടെയൊക്കെ പോകുന്നു ആ സ്ഥലങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാത്തവർക്കും വേണ്ടിയിട്ട്, താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ആണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും സമയവും സന്ദർഭവും കിട്ടുമ്പോൾ അധികം പണം മുടക്കില്ലാതെ പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ബയോളജി സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകളും ഇടുന്നതായിരിക്കും. എൻ്റെ കലാപരമായിട്ടുള്ള എൻ്റെ ചിത്രകലയും ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്നെ സംബന്ധിക്കുന്ന എല്ലാ ഞാൻ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു അതൊക്കെ പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിൽ കൂടെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ.